ഹായ് ചങ്കളെ, എല്ലാവർക്കും മർഫിൻ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ചില്ലിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലൊന്നും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാറില്ല. എന്നാൽ ഞാൻ ഇതിൽ കുറച്ച് ടിപ്സുകൾ കാണിക്കുന്നുണ്ട്. ആ ടിപ്സുകൾ ഫോളോ ചെയ്താൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ആ വ്യത്യസ്തമായ രീതിയിലുള്ള ചിക്കൻ ചില്ലി എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇതിൽ കുറച്ച് ടിപ്സുകൾ കാണിക്കുന്നുണ്ട്. അത് ഫോളോ ചെയ്താൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ചില്ലി ചിക്കൻ വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഒരേ സമയം 5 പേർക്ക് കഴിക്കാവുന്ന ചില്ലി ചിക്കന് 500 ഗ്രാം ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വൃത്തിയായി കഴുകിയാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടി ഇറച്ചിക്കാണ് രുചി കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എല്ലോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, പക്ഷേ വളരെ ചെറിയ പീസുകളാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ നല്ലത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കാം. ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാതെ ശ്രദ്ധിക്കണേ. ഇത് നന്നായി മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ കൂടുതൽ സമയം വെക്കണം. 1 മണിക്കൂർ കൂടുതൽ വെക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. സമയമില്ലെങ്കിൽ ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കുന്ന സമയം മാത്രം ഇതുപോലെ വെച്ചാൽ മതിയാകും. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായി 1 കോഴിമുട്ട മുഴുവനായി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ എന്നിവ ചേർക്കാം. ചിക്കന് നിറം കിട്ടാൻ വേണ്ടി ഞാൻ 1 നുള്ള് റെഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ചൂടാക്കി ചിക്കൻ നിരത്തി കൊടുക്കാം. ചിക്കൻ തമ്മിൽ തൊടാതെ വേണം നിരത്തി കൊടുക്കാൻ. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ മാത്രം വയ്ക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച് 5 മിനിറ്റ് കഴിയുമ്പം നിരത്തി കൊടുക്കാം. ചിക്കൻ കൂടുതൽ മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റ് ആയാൽ മതി. ചെറിയ കഷണങ്ങളാണെങ്കിൽ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മുഴുവനും ഇപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവർ പൗഡർ കലക്കിയെടുക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ 1.5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ചില്ലി ചിക്കൻ കുറച്ച് ഗ്രേവിയോടുകൂടെ തയ്യാറാക്കുന്നത് കൊണ്ടാണ് 1.5 കപ്പ് വെള്ളം ഞാൻ ഇവിടെ എടുത്തത്. ഗ്രേവി വേണമെന്നില്ലെങ്കിൽ 1/2 കപ്പ് വെള്ളവും, മീഡിയം ഗ്രേവി ആണെങ്കിൽ 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയെടുത്ത് മിക്സ് ചെയ്യാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണേ. ഇനി ബാക്കിയുള്ള ചേരുവകൾ കയ്യെത്തും ദൂരത്ത് വെച്ചിട്ട് ചില്ലി ചിക്കൻ തയ്യാറാക്കാം. അതിനായി ഒരു ഫ്രൈ പാൻ ചൂടാക്കി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ബാക്കി വന്ന എണ്ണ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പുതിയ ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 7-8 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് 15 സെക്കൻഡ് വരെ നന്നായിട്ടൊന്ന് വേവിക്കുക. ഉടനെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒരു 10 സെക്കൻഡ് മാത്രം ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഉള്ളിയുടെ മൂട് ഭാഗം ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഉടനെ തന്നെ അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചതുരത്തിന് കട്ട് ചെയ്തതും, അതിനൊപ്പം തന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം ചതുരത്തിന് കട്ട് ചെയ്തതും, ഇത് രണ്ടും ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതെല്ലാം കൂടെ 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക്
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒന്നും കൂടെ കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ ചേർത്ത ഉടനെ തന്നെ പെട്ടെന്ന് ഗ്രേവി കുറുകി വരും. ഗ്രേവി ആവശ്യത്തിന് കുറുകി വന്നാൽ ഉടനെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറവുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കണം. അവസാനമായി ഇതിലേക്ക് ഉള്ളിത്തണ്ട് ചെറുതായിട്ട് അരിഞ്ഞതും 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു തവണ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസ്റ്റോറൻറ്റുകളിലും കാറ്ററിംഗിലും ഇതേ മോഡലാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ട് ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണാൻ എന്ത് മനോഹരം നോക്കി. കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെയും ദോശയുടെയും ബെറോട്ടയുടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ്. ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടിലം കിടക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മഫിൻ. ബൈ ബൈ.